ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇപ്പം നമുക്ക് മാംഗോ സീസൺ, അതായത് മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പം നമുക്ക് വളരെ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ മാങ്ങാത്തേര തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു മാങ്ങാത്തേര തയ്യാറാക്കാം. ഒരു 1.5 ദിവസം കൊണ്ട് ഉണക്കി നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഒരു ഡെപ്പിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വർഷങ്ങളോളം യൂസ് ചെയ്യാം കേട്ടോ. മാംഗോ സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങാത്തേര കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മാങ്ങാത്തേര എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ നാടൻ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. കുറേ ഏറെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂക്കെല്ലാം ചെത്തിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം നമുക്ക് ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴത്തിൻ്റെ പൾപ്പെല്ലാം എടുത്ത്, അതായത് നമ്മൾ പിഴിഞ്ഞാണെങ്കിലും കട്ട് ചെയ്തിട്ടാണെങ്കിലും മാമ്പഴത്തിൻ്റെ ആ ഒരു പൾപ്പെല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് ഈ ഒരു മാംഗോ പൾപ്പെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ്, നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഈ ഒരു മാംഗോ പൾപ്പ് ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. പാനിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോയുടെ പ്യൂരെ, അതായത് മാംഗോ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിൻ്റെ ആവശ്യമനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുമ്പോഴത്തേക്കിന് ആ ഒരു നന്നായിട്ടൊരു പൾപ്പ് ടെക്സ്ചറിലായി വരും. അതായത് ആ ഒരു നമ്മൾ സ്പൂൺ വെച്ചൊന്ന് മാറ്റി കൊടുക്കുമ്പോൾ ആ ഒരു അടിഭാഗം നമുക്ക് കാണാൻ പറ്റും. അത് ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് സ്മെല്ലില്ലാത്ത ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സൺഫ്ലവർ ഓയിലാണ്. നെയ്യോ കോക്കനട്ട് ഓയിലോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് സ്മെല്ല് വരും. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 to 2.5 ടേബിൾ സ്പൂണ് മാംഗോ പ്യൂരെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല കനം കുറച്ച് തന്നെ നന്നായിട്ടൊന്ന് എല്ലാ പ്ലേറ്റിലോട്ടും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 പ്ലേറ്റിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലൊരു വെയിലിൽ ഒരു 1.5 ദിവസം നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. തിരിച്ചും മറിച്ചും. അപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം അത് മറിച്ച് നന്നായിട്ടൊന്ന് വെടിയിപ്പിച്ച് പ്ലേറ്റിൽ പെട്ടെന്ന് വിട്ട് വരും കേട്ടോ. ഉണക്കിയതിന് ശേഷം മറിച്ചും കൂടെ ഇട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു തെര ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, എന്ത് ഈസി ആയിട്ടാണ് നമ്മുടെ തെര ഇവിടെ വിട്ട് വരുന്നത് ആ പ്ലേറ്റിൽ നിന്ന്. അപ്പം നമ്മുടെ കൈ വരെ നല്ല ക്ലിയർ ആയിട്ട് കാണും. അത്രയ്ക്ക് കനം കുറച്ചാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ളത് താല്പര്യമാണെങ്കിൽ കട്ടിയാക്കി നമുക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കൗണ്ടർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തെര റെഡിയാക്കിയിരിക്കുന്ന, നമ്മൾ ഉണക്കി എടുത്തിരിക്കുന്ന തെര വെച്ച് കൊടുത്ത് ഒരു നൈഫ് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നീളത്തിലാണ്, സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഈ ഒരു സ്ട്രിപ്സ് നമുക്കിതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഇതാ നോക്കിക്കോളൂ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ തേര നമ്മൾ ഇവിടെ റോൾ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡെപ്പിലോട്ട് ആക്കിയതിന് ശേഷം വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാം. മാംഗോ സീസൺ ഇല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഇതെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഇത് നമ്മുടെ പായലോട്ട്, പണ്ട് പായ ഉണ്ടായിരുന്നല്ലോ, ആ പായലോട്ട് ഡയറക്റ്റ്ലി മാങ്ങ ഉരച്ചരച്ചായിരുന്നു അത് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് എടുത്തേണ്ടിയിരുന്നത്. അതിന് വേറൊരു ഓത്തൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കുറുക്കിയതിന് ശേഷം മധുരം വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഓത്തൻറ്റിക് രീതിയിലാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാറില്ല, ഒന്നും ആഡ് ചെയ്യാറില്ല. ഡയറക്റ്റ്ലി പായലോട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി ചാനൽ ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.